കേരള കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പുനലൂർ നഗരസഭയിൽ ഫലം കാണുന്നില്ല. ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ സമീപനവും അഴിമതിയും മൂലം സർക്കാർ വിഭാവനം ചെയ്ത മട്ടുപ്പാവ് കൃഷി തുടക്കത്തിൽ തന്നെ മുരടിച്ച അവസ്ഥയിലാണ്. സമഗ്ര പച്ചക്കറി കൃഷിയിൽ അംഗമാകുന്ന ഒരു കുടുംബത്തിന് വിത്ത്, വളം, വിത്ത് മുളപ്പിക്കാൻ പോളിത്തീൻ കവർ എന്നിവ ഉൾപ്പെടെ 2000 രൂപയാണ് ചെലവ് വരുന്നത്. ഇതിൽ 1500 രൂപ സബ്സിഡിയുണ്ട്. 500 രൂപ കൃഷിഭവനിൽ ഏൽപ്പിച്ച് റെസിപ്റ്റ് വാങ്ങണം. പുനലൂർ നഗരസഭയിൽ 35 വാർഡുകളിൽ നിന്നുമായി 1000 കുടുംബങ്ങളാണ് സമഗ്ര പച്ചക്കറി കൃഷിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇവർ 500 രൂപ അടച്ചപ്പോൾ പോളിത്തീൻ കവറും മണ്ണും മാത്രമാണ് നൽകിയത്. കവർ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച് 6 മാസം കഴിഞ്ഞിട്ടും വിത്തോ തയ്യോ നൽകിയില്ല. ഉദ്യോഗസ്ഥർ പദ്ധതി തകർക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഉപഭോക്താവായ പ്ലാച്ചേരി അമൽ ഭവനിൽ ചന്ദ്രാംഗതൻ ആരോപിക്കുന്നു. കാശ് മേടിച്ചിട്ട് ഒരു 5 മാസമായി. 5 മാസക്കാലം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇതിൻ്റെ കവർ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ കവർ കൊണ്ടു തന്നു. കവർ കൊണ്ടുവന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് തൈ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തൈ ഇതുവരെ എത്തില്ല. നമ്മളെത്തിയിട്ടുണ്ടെങ്കിൽ തൈ ആയിട്ടില്ല, റെഡി ആവാനുണ്ട് എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനുള്ള വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അയൽക്കൂട്ടം വഴി 4 രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കവർ ഒരു അയൽക്കൂട്ടം ഓരോ വാർഡുകളിൽ നിറയ്ക്കുന്നത്. കുറേ മണ്ണ് നിറയ്ക്കുക, ഓരോ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. 10-600 പേരെ ആൾക്കാരെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് മേടിച്ചിട്ട് ഒരു വിഭാഗം ആൾക്കാരെ വലിയൊരു അഴിമതി നടത്തുകയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് അധികാരികൾ അത്യാവശ്യമായി ഇടപെട്ട് അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കും. ഇങ്ങനെ നിരവധി വീടുകളിൽ കവർ മാത്രം നൽകി കൃഷി വകുപ്പ് കൈകഴുകിയിട്ടുണ്ട്. വാളക്കോട് കൃഷിഭവനാണ് നഗരസഭയിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥനെ പലപ്പോഴും കാണാൻ തന്നെ സാധിക്കാറില്ല. ഓഫീസിലുള്ളവർക്ക് പദ്ധതിയെപ്പറ്റി പറയാനുള്ളത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മാത്രവും. ഗുണകരമായ ഒരു പദ്ധതി ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തകർത്തുകളയാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നഗരസഭാ പരിധിയിലെ സമഗ്ര പച്ചക്കറി കൃഷി വികസനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.